ഈ പ്രഭാതത്തിൽ അസാധാരണമായ സ്വർഗീയ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സന്തോഷം ഒന്ന് പങ്കുവെച്ചേ. നല്ലതുപോലെ ചിരിച്ചേ. അടുത്തിരിക്കുന്ന നല്ല നോക്കി ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടോ. അച്ഛൻ്റെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അവിടെ നിന്നപ്പം നിങ്ങളുടെ അരികിൽ ഒരു ദൂതൻ നിൽക്കുന്ന കർത്താവ് എന്നെ കാണിച്ചു. അന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മേലുള്ള മരണത്തിൻ്റെ വിധിയെ കർത്താവ് മാറ്റുവാന്ന്. അതിനുശേഷമാണ് ഞാൻ അന്വേഷിച്ചപ്പം വലിയൊരു അഗ്നിശോധനയിലൂടെയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ശബ്ദമുയർത്തി പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. കർത്താവ് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യും. ഈ പകലിലും കർത്താവ് അത് ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരുടെ സൗണ്ട് ഇത് പോരാ, ഈ സൗണ്ട് പോരാ. ഹല്ലേലൂയ. നമ്മൾ അസാധാരണമായ കാര്യങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കും. 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയിൽ ഒരു അത്ഭുതം നടക്കണം. ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വന്നാൽ ഇല്ലാത്തത് ഉണ്ടായി വരും. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഇല്ലാത്തത് ഉണ്ടായി വരും. ഈ സൗണ്ട് പോരാ, നല്ലപോലെ എന്താ തട്ടിയിട്ട് ഇല്ലാത്തത് ഉണ്ടായി വരും. ഇല്ലാത്തത് ഉണ്ടായി വരും. ഇല്ലേ? ഈ ഭൂമിയിലേക്ക് രൂപഭംഗി ഇല്ലാതിരിക്കുമായിരുന്നു, ഷെയ്പ്പില്ലായിരുന്നു. പക്ഷെ കർത്താവ് വന്നിട്ട് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. കർത്താവ് വന്നിട്ട് പറഞ്ഞു നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് വന്നിട്ട് പറഞ്ഞു സസ്യജാലങ്ങൾ ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം ഇല്ലാത്തിടത്ത് നിന്ന് ചിലത് ഉളവായി വന്നു. അങ്ങനെയെങ്കിൽ വചനം വന്നാൽ നിന്റെ അകത്ത് ഇല്ലാത്തതായിരിക്കും, പക്ഷെ ചിലത് ഉണ്ടായി വരും. ചിലത് ഉണ്ടായി വരും. വിശ്വസിക്കുന്നില്ലേ? ഉണ്ടായി വരും. ഒരു സാധ്യത ഇല്ലായിരിക്കും, ഭംഗിയില്ലാതെ കിടക്കുമായിരിക്കും, ഷെയ്പ്പ് ഇല്ലാതെ കിടക്കുമായിരിക്കും, യൂസ്ലെസ് ആയിരിക്കും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവ് പറയാം, നീ പ്രവചിച്ചാൽ മതി. നിന്റെ ശബ്ദം അങ്ങോട്ട് ചെല്ലുമ്പം ഈ താഴ്വരയിലെ അസ്ഥികൾ ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കും. ഈ താഴ്വരയിലെ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേൽക്കും. ഈ പകൽ ഒരു സൈന്യം എഴുന്നേൽക്കുന്ന പകലാണ്. ഈ പകലിൽ ഒരു സൈന്യം എഴുന്നേൽക്കുന്ന പകലാണ്. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും കാറ്റുകൾ ഇതിനകത്തേക്ക് വീശിയിട്ട്, തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും കാറ്റുകൾ ഇതിനകത്തേക്ക് വീശിയിട്ട്, തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും കാറ്റുകൾ ഇതിനകത്തേക്ക് വീശിയിട്ട് നിഹതന്മാർ എഴുന്നേൽക്കുന്ന സമയമാണിത്. സൈന്യം എഴുന്നേൽക്കുന്ന സമയമാണിത്. സൈന്യം. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറഞ്ഞ സൈന്യം എഴുന്നേൽക്കുന്ന സമയമാണ്. സൈന്യം എഴുന്നേൽക്കുന്ന സമയമാണ്. ഇല്ലേ? കണ്ടില്ലേ? ആ പ്രവാചകനോട് കർത്താവ് പറയുക, നീ പറഞ്ഞാ മതി ഇത് എഴുന്നേക്കൂ. നീ പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കും. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും, വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും, വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും, വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വേർപെട്ടു കിടക്കും അസ്ഥി പോലെ ഇനി മേലാലും ഞാൻ കിടക്കുകയില്ല. ആത്മാവ് എനിക്കായി ചലിച്ചിടും, നാലു ദിക്കിൽ നിന്നും കാറ്റടിച്ചിടും. വേർപെട്ടു കിടക്കും അസ്ഥി പോലെ. ഉണ്ടോ എന്റെ കൂടെ? റെഡിയാണോ? ഒരു മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. ഒന്ന് പറഞ്ഞേ, മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. എല്ലാരും പറഞ്ഞില്ല? മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി, മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ ഒരു മഹാസൈന്യം പോലെ ഞാൻ നിൽക്കുന്നേ. മനസ്സിലായില്ല. അടുത്തിരിക്കുന്നവർ ചോദിച്ചാൽ മനസ്സിലായോ എന്ന് ചോദിച്ചേ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നും, പക്ഷെ ഒരു സൈന്യം പോലെ ഞാൻ നിൽക്കാൻ പോകുന്നേ. ഒരു മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. ഉറക്കെ പറഞ്ഞേ, ഒരു മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്ന് ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വന്ന് ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വന്ന് ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വേർവിട്ട് കിടക്കും അസ്ഥി പോലെ
പോയോ? ചാർജ് പോയോ? വേർപെട്ട് കിടക്കും അസ്ഥി പോലെ ഇനി മേലാലും ഞാൻ കിടക്കത്തില്ല. എനിക്കായി ആത്മാവ് ചലിച്ചിടും. 4 ദിക്കിൽ നിന്നും കാറ്റടിക്കും. 4 ദിക്കിൽ നിന്നും കാറ്റടിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒരു മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. 1-2 പേരെ തട്ടിയിട്ട് പറഞ്ഞ് വേർപെട്ട് കിടക്കുന്ന അസ്ഥി പോലെ എന്നെ കാണത്തില്ലെന്ന് പറഞ്ഞു. വേർപെട്ട് കിടക്കുന്ന അസ്ഥി പോലല്ല ഇനി. പറഞ്ഞോ 1-2 പേരെ തട്ടിയിട്ട് പറഞ്ഞ വേർപെട്ട് കിടക്കുന്ന അസ്ഥി പോലല്ല, ഒരു സൈന്യമായിട്ട് ഞാൻ എഴുന്നേക്കും. പറഞ്ഞു, ഒരു സൈന്യമായിട്ട്, ഒരു സൈന്യമായിട്ട്, ഒരു സൈന്യമായിട്ട്. ഉറക്കെ പറ, ഒരു സൈന്യമായിട്ട്. ഇത് ഉത്സാഹികളുടെ സ്ഥലമാണ്. ഉറക്കെ പറ, ഒരു സൈന്യമായിട്ട്, ഒരു സൈന്യമായിട്ട്, ഒരു സൈന്യമായിട്ട് ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേൽക്കും. ഞാൻ. പിശാച് പറയുന്നത് നീ വേർപെട്ട അസ്ഥി പോലെ കിടക്കുമെന്ന്. നിന്റെ വീടിനകത്ത് ഭിന്നത ഉണ്ടായിട്ട് നീ ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന്. നിന്റെ സാമ്പത്തിക മേഖലകൾ തകർന്നിരിക്കുമെന്ന്. വീടിന്റെ അകത്ത് രോഗികളെ ശുശ്രൂഷിച്ച് നിന്റെ ജീവിതം മൊത്തം അങ്ങനെ തീരുമെന്ന പിശാച് പറയുന്നേ. പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒരു സൈന്യം പോലെ എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോവാ. നിന്നെ ജയാളിയാക്കാൻ പോവാ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞ, ഒരു മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. നിവർന്നു നിൽക്കും. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇത് വേർപെട്ട അസ്ഥി പോലെ കിടക്കുവോ? കിടക്കത്തില്ല. ആത്മാവ് വീശാൻ പോവാ. കാറ്റേ വീശുക. തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും വീശുക. ഇതിനകത്ത് മൃതന്മാർ ജീവിക്കട്ടെ. ഇതിനകത്ത് നിഹതന്മാർക്ക് ജീവൻ ഉണ്ടാകട്ടെ. കണ്ണുകൾ നടച്ചിട്ട് ഒരുമിച്ച് പാടാൻ പോ. കണ്ണുകൾ നടച്ചിട്ട്, അറിയാവുന്ന വരികളാണ്. കണ്ണുകൾ നടച്ച്, മറ്റാരെ ശ്രദ്ധിക്കേണ്ട. കണ്ണുകൾ നടച്ച് പാട്ട് പാടാൻ തുടങ്ങിക്കോ. പാട്ട് പാടാൻ തുടങ്ങിക്കോ. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വേർപെട്ടു കിടക്കും അസ്ഥി പോലെ ഇനി മേലാലും ഞാൻ കിടക്കുകയില്ല. എനിക്കായി ആത്മാവ് ചലിച്ചിടും. 4 ദിക്കിൽ നിന്നും കാറ്റടിച്ചിടും. വേർപെട്ടു കിടക്കും അസ്ഥി പോലെ ഇനി മേലാലും ഞാൻ കിടക്കുകയില്ല. എനിക്കായി ആത്മാവ് ചലിച്ചിടും. 4 ദിക്കിൽ നിന്നും കാറ്റടിച്ചിടും. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. മഹാസൈന്യം പോൽ ഞാൻ നിവർന്നു നിൽക്കും. വന്നു ചേർന്നിടും ഇനി വേണ്ടതെല്ലാം. വചനത്തിലേക്ക് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു
പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഒന്നും കൂടെ ഒന്ന് വായിക്കുകയാണ്. ശരിക്കും കേട്ടോണം, വായിക്കുക. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അല്പം കൂടെ ശബ്ദം ഉയർത്തി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അടുത്ത വാക്യം, യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഉറക്കെ പറഞ്ഞ്, ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ യേശുവിനെ ആത്മാവ് നടത്തി. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. രണ്ടുപേരെ തട്ടിട്ട് പറ, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. ഇങ്ങനെ ഒരു ജീവിതം ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ചിലരെ കൈപിടിച്ച് കയറ്റാൻ പോവുകയാണ്. ചിലർ അതിനകത്ത് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വളരെ വ്യക്തതയുള്ള ശബ്ദം കേട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അളവിലേക്ക് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ക്രിസ്തീയ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഇന്ന് പകലിൽ ഈ ദൈവവചനത്തെ കേൾക്കുക. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഇത് ജീവിതത്തിനകത്ത് ഭയങ്കര അത്ഭുതം ചെയ്യും. കാരണം കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു സാധാരണ ജീവിതം നയിക്കാനല്ല, ഒരു അസാധാരണ ജീവിതം നയിക്കാനാണ്. ഒരു നാച്ചുറൽ ലൈഫിനകത്ത് ജീവിക്കാനല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനകത്ത് ജീവിക്കാനാണ്. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, കർത്താവ് വിളിച്ചത് ഒരു അസാധാരണ ജീവിതത്തിലേക്കാന്ന് പറ. അതുകൊണ്ട് നിങ്ങൾ പലർക്കും അത്ഭുതമാകും. അടുത്ത ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, പലർക്കും അത്ഭുതമാകും, നന്മയുടെ അടയാളമാകും. കാരണം ഹല്ലേലൂയ, നീ ജീവിക്കുന്നത് ശേഷം മനുഷ്യരെ പോലല്ല. ശേഷം മനുഷ്യർ, ലോക മനുഷ്യൻ പ്രശ്നം വരുമ്പം വാടിപ്പോകും, തൊട്ടാവാടിയെ പോലെ വാടിപ്പോകും. എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ കഴിയാതെ നിസ്സഹായതയോടെ നിൽക്കും. എന്നാൽ ഹല്ലേലൂയ, കർത്താവുമായിട്ട് ബന്ധമുള്ളവൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, അവന്റെ ജീവിതത്തിൽ അവന് ഭയങ്കര ബോധ്യമാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം നീ എൻ്റെ കൂടെ, ഞാൻ നടക്കുവല്ലോ, നീ എന്നെ നടത്തുവാണല്ലോ. പച്ച പുൽപ്പുറങ്ങളിലൂടെ നീ എന്നെ നടത്തുവാണല്ലോ. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് നീയാണല്ലോ എന്നെ നടത്തുന്നേ. ഞാൻ നടക്കുവല്ലോ, നീതി പാതകളിൽ നീയാണല്ലോ എന്നെ നടത്തുന്നേ. അങ്ങനെ നീ നടത്തുമ്പം അത് കൂരിരുളിന്റെ താഴ്വരയാണേലും, അത് മരണ നിഴലിന്റെ താഴ്വരയാണേലും എനിക്ക് ഭയമില്ല. കാരണം ഞാൻ അവിടം കൊണ്ട് അവസാനിക്കത്തില്ല. അത് കഴിയുമ്പോൾ ശത്രുക്കൾ കാണുക, നീ എനിക്ക് മേശയൊരുക്കും. അത് കഴിയുമ്പോൾ എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. അത് കഴിയുമ്പോൾ നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഇത് ഞാൻ തന്നെത്താൻ നടക്കുന്ന ജീവിതമല്ല, എന്നെ നടത്തുന്ന ജീവിതമാണ്. ഇത് ഞാൻ നടക്കുന്ന ജീവിതമല്ല, എന്നെ നടത്തുന്ന ജീവിതമാണ്. ഇത് കാഴ്ചയാലുള്ള ജീവിതമല്ല, ഇത് വിശ്വാസത്താലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ഇത് കണ്ണ് കാണുവാണെങ്കിൽ കണ്ടോണ്ടാണ് നടക്കുന്നത്. വിശ്വാസത്താൽ നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാൾ നടത്തുകയാണ്. ആ നടത്തുന്ന ആളിന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ആളിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ആ ആളിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തിന്റെ ഏത് വൈഷമ്യമുള്ള മേടുകളിലും നിന്റെ കാലിനെ കലമാൻ പേടയ്ക്ക് തുല്യമുള്ള കാലാക്കി നിന്നെ ഗിരികളിന്മേൽ ഓടിച്ച് കയറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ ആത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ 10 പേര് കൂടിയെടുത്തില്ലെങ്കിൽ കുറെ ആളുകൾ കൂടി ഒരു കൺവെൻഷനിൽ കൈ ഉയർത്തി ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആള്
രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, ജലസ്നാനത്താൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ചേർന്നു എന്നതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇതിന്റെ എല്ലാം അപ്പുറത്ത് എന്നെയും നിങ്ങളെയും നടത്തുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ജയകരമായ ജീവിതമാകുന്നത്, ക്രിസ്തീയ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോഴാണ്. ഇന്ന് പകലിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്ന ഒന്നാണോ? അതോ ഭയങ്കര അസ്വസ്ഥത, നിങ്ങൾ ഭയങ്കര എഫോർട്ട് എടുക്കുകയാണ്, നിങ്ങൾ അതിനകത്ത് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര അസ്വസ്ഥത നിറഞ്ഞ ജീവിതമാണെങ്കിൽ അത് നിങ്ങളുടെ സ്വയപരിശ്രമത്തിന്റെ ക്രിസ്തീയ ജീവിതമാണ്. ഇന്നത് അവസാനിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് തൻ്റെ ആത്മാവിനെ ഈ ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. ആ ആത്മാവ് നിന്നെ കൈപിടിച്ച് നടത്താൻ വേണ്ടി നിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നിന്റെ ഒരു സമ്മതം മാത്രം മതി നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ നിന്നെ നടത്താൻ. ഉണ്ടോ എല്ലാവരും ഇവിടെ? ജയകരമായ ക്രിസ്തീയ ജീവിതം. അടുത്തിരിക്കുന്ന തട്ടിട്ട് പറ, ജയകരമായ ക്രിസ്തീയ ജീവിതം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, യേശു ആരാണ്? അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ ദൈവപുത്രനും കൂടാണ്. ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുമിച്ച് വഹിക്കാൻ കഴിയുമെന്ന് നമുക്ക് മാതൃക കാണിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു ഉറങ്ങി, യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, യേശു കരഞ്ഞു. മനുഷ്യത്വത്തിനകത്തുള്ള എല്ലാ ഇമോഷനും യേശുവിനുണ്ടായിരുന്നു, അല്ലേ? ദൈവത്വത്തിനകത്ത് അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഒരുപോലെ തൻ്റെ അകത്തുള്ള മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ യേശുവിന് കഴിഞ്ഞു. എന്നാൽ ഇതെങ്ങനെയാ കഴിഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന നമ്മൾ മനുഷ്യത്വത്തിനകത്ത് തുടരാനല്ല കർത്താവ് നമ്മളെ വിളിച്ചേ. ബൈബിളിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യം ഇതാണ്: കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. ലോകം അംഗീകരിച്ചില്ലെങ്കിലും, ലോകം സ്നേഹിച്ചില്ലെങ്കിലും, ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിലും, ഭാര്യ സ്നേഹിച്ചില്ലെങ്കിലും, മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും, കൂട്ടുകാർ സ്നേഹിച്ചില്ലെങ്കിലും, ബൈബിൾ പറയുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. ആ സ്നേഹത്താൽ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്തു. നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്തു. ഒന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കളാക്കി തീർത്തു. നമ്മളെ മക്കളാക്കി തീർത്തു. നമ്മളെ മക്കളാക്കി തീർത്തു. മക്കളാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടിയല്ലേ? ആടിന്റെ കുട്ടി ആട്ടിൻകുട്ടിയല്ലേ? പൂച്ചയുടെ കുട്ടി പൂച്ചക്കുട്ടിയല്ലേ? നമ്മൾ ദൈവത്തിന്റെ മക്കളായെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തൊരു ദൈവത്വം കയറിയെന്ന്. അത്ഭുതകരമായൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു ദൈവത്വത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ടെന്ന്. യേശു എങ്ങനെ ഭൂമിയിൽ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചേ. എന്നാൽ ഇതെങ്ങനെയാ സാധ്യമാകുന്നത്? മനുഷ്യത്വത്തിൽ നിന്ന് ഹല്ലേലൂയ ആ ദൈവമകൻ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നേ? റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഏവനും അവന്റെ മക്കളാകുന്നു. ആരാണ് ദൈവമകൻ? ദൈവാത്മാവിനെ അനുസരിക്കുന്നവൻ. ഹല്ലേലൂയ. ആർക്കാ ദൈവാത്മാവിനെ അനുസരിക്കാൻ കഴിയുന്നേ? ദൈവാത്മാവിനെ സ്വീകരിച്ചവർക്ക്. അടുത്തിരിക്കുന്ന നാളെ തട്ടിട്ട് പറ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിനകത്ത് ഭയങ്കര ഷിഫ്റ്റ് നടക്കാൻ പോവാ. ഇപ്പം നിങ്ങൾ നോക്കിക്കോണം. ഇപ്പം നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ ആള് മാറാൻ പോവാ. ഈ മീറ്റിങ്ങിന് വന്ന പോലെ ആയിരിക്കും തിരിച്ചു പോകുമ്പോൾ ആള് മാറാൻ പോവാ. ഒരാളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ആളിന്റെ രൂപം മാറും, ഭാവം മാറും, ശൈലി മാറും. അങ്ങനാണ്. ഒരാളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ആളങ്ങ് മാറും. യേശുവിന് എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയേ? 30 വയസ്സ് വരെ യേശു കർത്താവ് അങ്ങനെ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്തിട്ടില്ല. മാതാപിതാക്കൾക്ക് അനുസരണയുള്ള മകനായിട്ട് കീഴടങ്ങിയിരുന്നു. എന്നാൽ സകല നീതിയും നിവർത്തിയാകാൻ യോഹന്നാന്റെ കൈ കീഴിൽ യോർദാനിൽ മുങ്ങി സ്നാനമേറ്റ് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഒരു കാഴ്ച കണ്ടു. അവിടെ കൂടി നിന്നവർ ഒരു കാഴ്ച കണ്ടു. എന്താ കണ്ടെന്നറിയാമോ? തുറന്നിരിക്കുന്ന സ്വർഗം. അവിടെ നിന്ന് പ്രാവെന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ വരുന്നു. ഒരു സൗണ്ടും കൂടെ കേട്ടു: ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
യേശുവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ ആത്മാവ് വരികയും യേശുവിന്റെ സ്റ്റൈൽ അങ്ങോട്ട് മാറാൻ തുടങ്ങി. ആത്മാവ് അവനെ നടത്താൻ തുടങ്ങി. അവൻ ആത്മാവിൽ നിറയാൻ തുടങ്ങി. നിറയുക, നടത്തപ്പെടുക. പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതം. ഏതോ ഒരിക്കൽ കിട്ടിയ ആത്മനിറവിന്റെ അനുഭവത്തിൽ പാട്ടിന്റെ അവസാനം 2 അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല പ്രിയ വിശ്വാസിയെ കർത്താവ് നിന്നെ വിളിച്ചത്. ഈ ഹോളിനകത്തുനിന്ന് ഇറങ്ങി നിന്റെ വീടിന്റെ അകത്ത് നീ ജീവിക്കുമ്പോ, നീ ലോകത്തിൽ ജീവിക്കുമ്പോ നിന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഒരാഴ്ചയുടെ 6 ദിവസവും തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച ദിവസം ദൈവസന്നിധിയിൽ വന്ന് 2 അന്യഭാഷ പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. നിന്നെ ഓരോ നിമിഷവും നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. പറഞ്ഞേ, നമ്മളെ നടത്തുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് പ്രയറിന് വന്നവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. കഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ മീറ്റിംഗ് മുഴുവൻ അപ്പോസ്തല പ്രവൃത്തിയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചോ. नॉर्थ इंडिया से आया हुआ लोग ये सुन लो, प्रेरितों की काम 1:8, जब पवित्र आत्मा तुम पर आएगा तुम सामर्थ्य पाओगे. फिर क्या करेगा भाई? पृथ्वी के अंत तक मेरा गवाही बनूंगा. सही है ना? आया भाई साहब. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കണ്ടോ, യേശുവിന്റെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെയാണ് രോഗികളെ സൗഖ്യമാക്കിയത്. യേശു ആത്മാവിന്റെ ശക്തിയോടെയാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അടുത്ത് പറയുകയാണ്, പിതാവ് ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് തരും, അത് കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്. എന്തായിരുന്നു ആ വാഗ്ദത്തം? വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് യോഹന്നാൻ ആളുകളെ സ്നാനപ്പെടുത്തുമ്പം യോഹന്നാൻ അത് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇപ്പം വെള്ളത്തിലാ സ്നാനപ്പെടുത്തുന്നേ, പക്ഷെ എന്റെ പിറകെ ഒരുത്തം വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശു കർത്താവ് പറയാ, ഞാൻ പോകുന്നത്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാ, ഞാൻ പോകുന്നത് നല്ലതാ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല, എന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, വഴി നടത്തും. എവിടെങ്കിലും വഴി മുട്ടിയെന്ന് തോന്നുന്നെങ്കിൽ, എവിടൊക്കെയോ ഡോർ അടഞ്ഞിരിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ, നിന്നെ ആ അടഞ്ഞ ഡോറ് തുറന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ എന്നാണോ? അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, ശക്തി പ്രാപിച്ചിട്ട് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി ഉണ്ടാകും. അടുത്ത ആളെ തട്ടിൽ പറ, പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി ഉണ്ടാകും. അത് മാനുഷികമായ ശക്തിയല്ല, അത് ജിമ്മിൽ പോയി എടുത്ത ശക്തിയല്ല, അത് പ്രോട്ടീൻ പൗഡർ കഴിച്ചപ്പോൾ ഉണ്ടായ ശക്തിയല്ല, ഇത് സൈന്യബലം കൊണ്ടുള്ള ശക്തിയല്ല, ഇത് മണി പവർ കൊണ്ടുള്ള ശക്തിയല്ല, ഇത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ ശക്തിയാണ്. മാനുഷിക കരങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ കഴിയും. ഇത് ഡുനാമിസ് പവറാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, യേശുവിന്റെ മേൽ ആത്മാവ് വന്നപ്പോഴാണ് അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായത്, പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നത്. അങ്ങനെ നിറവിൽ വന്നപ്പോഴാണ് യേശുവിനെ നടത്താൻ തുടങ്ങി, ആത്മാവ് നടത്താൻ തുടങ്ങി. എങ്ങോട്ടാ പോകണ്ടേ? രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി, ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ പോലും രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചേ? ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവന്റെ മേൽ വന്ന ആത്മാവ് ശക്തിയുടെ ഉറവിടമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇതിനകത്ത് ആത്മാവിനെ പ്രാപിച്ചവരോട് ഞാൻ പറയട്ടെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഇത് ചെയ്യാൻ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. നിന്റെ മേൽ വന്ന ആത്മാവിനാൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്.
ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്തോട്ട് ഞാൻ നോക്കിക്കോട്ടെ. നിങ്ങളെല്ലാം ആള് മാറാൻ പോയിന്ന്. ഇത് അസാധാരണമായ പകല. ഇത് അസാധാരണമായ പകല. കാരണം ഈ വചനം വന്നാൽ, ഒരു വചനം കർത്താവ് നമുക്ക് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. ഇന്നത് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് റെഡിയായിട്ടിവിടെ നിൽപ്പുണ്ട്. ദൈവദൂതന്മാർ റെഡിയായിട്ടിവിടെ നിൽപ്പുണ്ട്. ചില വീടുകളുടെ അകത്ത് കർത്താവ് വിടുതലുകൾ അയക്കും. ഇവിടെ വന്നപ്പോൾ പോലെ കർത്താവ് ഗീത എന്ന് പറഞ്ഞൊരു പേര് കാണിച്ചു. ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ അച്ഛനെ ചോദിച്ചപ്പോൾ അവിടുത്തെ അല്ല, വേറെ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ സ്പർശിക്കും. കർത്താവ് ചില വ്യക്തികളെ തൊടും. ഇന്ന് അസാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന പകല. ആത്മാവ് ചലിക്കുന്ന പകല. ഒന്ന് അടുത്തേക്ക് കണ്ടിട്ട് പറയും, ഇത് അസാധാരണമായ പകലാണ്. ഇത് അസാധാരണമായ പകല. ഇത് അസാധാരണമായ പകല. അസാധാരണമായ അസാധാരണമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ശക്തി വരും. ശക്തി വന്നാൽ അടുത്ത സാക്ഷിയാകും. പറഞ്ഞ സാക്ഷി. ഇന്ന് പകലിൽ ഇതിനകത്ത് സംഭവിക്കും. ഏത് അടഞ്ഞ ഉറവയും തുറന്നു വരും. ഏതില്ലാത്തതും ഉണ്ടായി വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആർപ്പിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ ആളങ്ങ് മാറും. പറഞ്ഞേ, ആത്മാവ് വന്നാൽ ആളങ്ങ് മാറും. പത്രോസ് ആരായിരുന്നു? യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞ ആള്. തലയിൽ കൈവച്ച് ആണയിട്ട് പ്രാഹി പറഞ്ഞ ആള് ഇല്ലേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നൊക്കെ ഭയങ്കര വെളിപ്പാട് പറഞ്ഞ ആളാ. ഇച്ചിരി കഴിഞ്ഞപ്പം പിശാചിനെ കയറ്റിക്കൊണ്ടുവന്നു. യേശു കർത്താവ് അവന്റെ മേലുള്ള പിശാചിനെ പിശാചി എന്ന് പറഞ്ഞ് മാറ്റിയില്ലേ? ഒരു എന്താ പറയുന്നത്, വഴുവഴപ്പൻ സ്വഭാവമുള്ള പത്രോസ്, പേടിയുള്ള പത്രോസ്. പക്ഷേ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ ആള് മാറി. പത്രോസിനെ ഇപ്പം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് എഴുന്നേറ്റ് എന്നൊരു ഒറ്റ പ്രസംഗം 3000 പേര് രക്ഷിക്കപ്പെട്ടു. എത്ര പേരാ? ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാണ്? ആത്മാവ് ഒരുത്തന്റെ മേൽ വന്നാൽ അവൻ ആളങ്ങ് മാറും. 40 ദിവസം മുമ്പ് പേടിയായിരുന്നു, 3 വട്ടം തള്ളിപ്പറഞ്ഞു. പക്ഷെ ഇപ്പം ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് 3000 പേരോട് 3 വട്ടം തള്ളിപ്പറഞ്ഞവന്റെ പ്രസംഗം കേട്ട് 3000 പേര് എഴുന്നേറ്റു. ഇതെങ്ങനെയാ സംഭവിച്ചത്? അവന്റെ മേൽ ആത്മാവ് വന്നു. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറ, അവന്റെ മേൽ ആത്മാവ് വന്നു. അവന്റെ മേൽ ആത്മാവ് വന്നു. ആത്മാവ് വന്നാൽ നീ ആള് മാറും. ആത്മാവ് വന്നാൽ ആള് മാറും. ഇപ്പം നിനക്ക് നീ ഒരു ദൈവ പൈതലാന്ന് പറയാൻ നിനക്ക് മടിയായിരിക്കും. പക്ഷെ ആത്മാവ് വന്നാൽ നീ ഒരു ദൈവ പൈതലാന്ന് പറയുന്നതിൽ അഭിമാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ നീ ആള് മാറാൻ തുടങ്ങും. നിന്റെ ശൈലി മാറാൻ തുടങ്ങും. സംസാരം മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലയിലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, പത്രോസ് നടന്നു പോകുമ്പം നിഴല് തട്ടുന്ന സമയത്ത് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. പത്രോസ് നടന്നിങ്ങനെ പോകുന്ന ഉടനെ നിഴല് തട്ടിയാൽ മതി, രോഗികൾ സൗഖ്യം. അതിനെ റോഡിൽ കൊണ്ടിട്ടിരിക്കുക. പണ്ടൊരിക്കെ ഒരപ്പൻ ഒരു മോനെ, ചന്ദ്രരോഗം ബാധിച്ചൊരു മോനെ സുഖമാക്കാൻ കൊണ്ടുവന്നു പത്രോസിൻ്റെ അടുത്ത്. ശിഷ്യന്മാരെല്ലാവരും ആവുന്ന പണി 58 നോക്കിയിണക്കിയും സുഖമായില്ല. അവസാനം യേശു വന്നിട്ടാണ് ആ ചന്ദ്രരോഗം പിടിച്ച ആ ചെറുക്കനെ സുഖമാക്കിയത്. പക്ഷെ ഇപ്പം അവസ്ഥ അങ്ങ് മാറി. ഇപ്പം ഒത്തിരി നേരം കിടന്ന് ശാസിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പുള്ളിക്കാരൻ നടന്നു പോകുന്ന നിഴല് തട്ടുന്ന ആളുകൾ സുഖമാവുക. എങ്ങനെ സംഭവിച്ചേ? സാധാരണ മനുഷ്യൻ എങ്ങനെ അസാധാരണ മനുഷ്യനായത്? ഒരു ആത്മാവ് വന്നു. പറഞ്ഞ ആത്മാവ് വന്നു. ആത്മാവ് വന്നു. ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ നീ ആളു മാറും. നിന്റെ ജീവനില്ലാത്ത ചത്ത പ്രാർത്ഥന ജീവനുള്ള പ്രാർത്ഥനയാവും. നിന്റെ സ്വരമൊക്കെ മോശമാണെങ്കിലും നീ പാടുന്ന പാട്ട്, ആത്മാവ് വന്നാൽ പാട്ടിന്റെ ശൈലി അങ്ങോട്ട് മാറാൻ തുടങ്ങാം. നിന്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും, ഹല്ലേലൂയ, നിന്റെ അകത്ത് ആത്മാവ് നടത്തുന്നവനാന്ന്. അങ്ങനെ ഇന്ന് പകലിൽ ചിലതിനെ പിടിക്കാൻ, ചിലതിന്റെ കൈക്ക് പിടിച്ചാൻ, ചിലരെ വഴി നടത്താൻ. അവർക്ക് ഫുഡ് കൊടുക്കാൻ നമുക്കൊരു 6-7 പേരെ ആക്കാം. ഭക്തിയുള്ള, സാക്ഷ്യമുള്ള 6-7 പേരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, അങ്ങനെ കുറച്ച് 6-7 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തേ? ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക്? വിധവമാരായ സഹോദരിമാർക്ക് റൊട്ടി കൊടുക്കാൻ, കറി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, ആൻറ്റി അവിടെ കറി വേണോ?
ഇച്ചിരി കൂടി എടുക്കട്ടെ, അങ്ങനെ കറി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോസ്തലന്മാർ ഈ സമയത്ത് എന്ത് ചെയ്യുക? റൂമിലിരുന്ന ഞങ്ങളോ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ മാറിയിരിക്കുക. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയുടെ സൗണ്ട് സ്തേഫാനോസിന്റെയും ഫിലിപ്പോസിന്റെയും കാതിലടിക്കുന്നുണ്ട്. ഇവർ അപ്പോസ്തലന്മാരിൽ ഒരാളല്ല, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളല്ല. വിധവമാർക്ക് ആഹാരം കൊടുക്കാൻ നിന്നതാ. പക്ഷേ ജനത്തിന്റെ ഇടയിൽ ഭയങ്കര അത്ഭുതം ചെയ്തവരുടെ പേരങ്ങോട്ട് എഴുതിയപ്പം സ്തേഫാനോസ്, വിധവമാർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നവന്റെ പേര് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുക. സ്തേഫാനോസ് ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതം ചെയ്തു. പുതുനിയമ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ്. ഈ മനുഷ്യന്റെ ജോലി എന്തുവായിരുന്നു? ഭക്ഷണം വിളമ്പി കൊടുക്കുക. രണ്ടാമത്തെ ആള് ഫിലിപ്പോസ്, ജോലി എന്തുവായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമായിരുന്നു. ഭവനങ്ങളിരുന്ന് വായിക്കണം. 8-ാം അധ്യായം. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി. ഈ മനുഷ്യൻ ശമരിയ പട്ടണത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പം പക്ഷവാത രോഗികൾ എഴുന്നേറ്റു, ദുരാത്മാക്കൾ വിട്ടുപോയി. ആ പട്ടണത്തിൽ ആളുകളെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന വലിയൊരു മന്ത്രവാദി, ഷിമയോൻ എന്ന് പേരുള്ളൊരു മന്ത്രവാദി തൻ്റെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മന്ത്രവാദ സാധനങ്ങൾ തീക്കകത്തിട്ട് ചുട്ടുകളഞ്ഞു. ആരുടെ ശുശ്രൂഷയില? വിധവമാർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി നിന്നൊരു സാധാരണക്കാരൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ആളങ്ങ് മാറി. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറ, സാധാരണക്കാരനാന്നേലും ആത്മാവ് വന്നാൽ ആള് മാറുമെന്ന് പറ. അയ്യോ, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലെങ്കിലും ആത്മാവ് വന്നാൽ നീ ആള് മാറുമെന്ന് പറ. ഒരു ശുശ്രൂഷകന്റെ അസിസ്റ്റന്റായിട്ട് നിന്നിട്ടില്ലെങ്കിലും ആത്മാവ് വന്നാൽ നീ ആള് മാറുമെന്ന് പറ. പരിശുദ്ധാത്മാവിനെ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു നിർജ്ജന പ്രദേശത്തോട്ട് പോകാൻ. നിർജ്ജന പ്രദേശത്ത് വന്നിട്ട് ഒരു ഫിനാൻസ് മിനിസ്റ്ററോട് സുവിശേഷം പറഞ്ഞു. ആ മനുഷ്യനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പം ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോയി അസ്തോദിലിട്ടു. അങ്ങനെ ഭയങ്കര അത്ഭുതത്തിന്റെ സാക്ഷ്യമായിരുന്നു ഫിലിപ്പോസിന്. സാധാരണക്കാരനായ ഫിലിപ്പോസ് അസാധാരണക്കാരനായത്. ശമരിയ പട്ടണം മുഴുവൻ വിടുതൽ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഈ മനുഷ്യന്റെ മേൽ ആത്മാവ് വന്നു. അടുത്തിരിക്കുന്ന തട്ടിൽ പറ, ആത്മാവ് വന്നു. ആത്മാവ് വന്നപ്പം ഇപ്പൊ ആത്മാവാണ് ഫിലിപ്പോസിനെ നടത്തുന്നത്. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ദുയേണ്ട ആ പോകുന്ന തേര് കണ്ടില്ലേ, തേരിനോട് ചേർന്ന് നടക്കാൻ. തേരിനോട് ചേർന്ന് നടന്നപ്പം ഷണ്ണം പറയുക, ഈ വായിക്കുന്ന കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞു തരാമോ, തേരിനകത്ത് കയറിയിരിക്കാമോ എന്ന്. വായിച്ചിട്ടില്ലേ? ആത്മാവ് വന്നാൽ ആത്മാവ് നടത്തും. അടുത്തിരിക്കൽ തട്ടിട്ട് പറഞ്ഞ്, ആത്മാവ് വന്നാൽ ആത്മാവ് നടത്തും. ആത്മാവ് വന്നിട്ടുണ്ടെന്നൊക്കെ ചിലർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് നടത്തുന്നൊരു ജീവിതത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? പക്ഷേ അന്യഭാഷയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ആത്മാവിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ആത്മാവ് നടത്തുന്നുണ്ടോ? മോശ പറഞ്ഞു, കർത്താവേ 70 പേരുടെ മേൽ ആത്മാവ് കിട്ടിയതുപോലെ എല്ലാവരുടെയും മേൽ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് മോശ ആഗ്രഹിച്ചു. യോവേൽ പ്രവചിച്ചു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും, യുവാക്കന്മാർ ദർശനങ്ങളെ കാണും, വൃദ്ധമാർ സ്വപ്നങ്ങൾ കാണും. പറഞ്ഞില്ലേ? അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറ, ഇതാ ക്രിസ്ത്യ ജീവിതം എന്ന് പറ. ഇതിന്റെ ഏതെങ്കിലും സൈഡിലെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അയ്യോ, ഞാൻ മീശ വടിച്ചു, ഞാൻ വെള്ള ഷർട്ട് ഇട്ടു, ഞാൻ കറുത്ത പാന്റ് ഇട്ടു, ഞാൻ മുട്ടയിലിരുന്ന പ്രാർത്ഥിക്കുന്നേ. കാര്യമൊക്കെ ശരിയാ. നീ ഒത്തിരി കാര്യങ്ങൾ മറ്റേ ഈ പരീശം പറഞ്ഞതുപോലെ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. നിന്റെ മേൽ ആത്മാവ് വന്നിട്ടുണ്ടോ? ഫിലിപ്പിയ ലേഖനം 8-ാം അധ്യായം എടുത്തോ. ഫിലിപ്പിയ ലേഖനം അല്ലല്ലോ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് വാക്യം, തൊട്ടുമുകളത്തെ വാക്യം വായിച്ചു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട്, ശമര്യർ ദൈവവചനം കേട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവർ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അടുത്തിരിക്കാൻ തട്ടിട്ട് പറയാം, അവരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല.
ഈ ആത്മാവില്ലാത്തവനോട് പ്രസംഗിച്ചാൽ പ്രസംഗം പോലും മനസ്സിലാവത്തില്ല. അത് കറക്റ്റ് ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവാത്മാവുള്ളവനെ ദൈവാത്മാവിൻ്റെ കാര്യം ഗ്രഹിക്കാൻ പറ്റും. വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യേശു കർത്താവിനെ കൂടുതൽ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ യേശുവിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് കിട്ടാത്ത ഒരാളിന് യേശുവിനെ കൂടുതലായിട്ട് അറിയത്തില്ല. പള്ളി വരും, പോകും, രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, ചർച്ചിൻ്റെ രജിസ്റ്റർ ബുക്കിനകത്ത് പേര് കാണും, കൃത്യമായിട്ട് ദശാംശം കൊടുക്കും. അതിനപ്പുറത്ത് യേശു ക്രിസ്തുവിനെ അറിയത്തേ ഇല്ല. സ്വർഗത്തിൽ പോകുമെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ സ്വർഗം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ സ്വർഗം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ടും നിന്റെ വീടിനകത്ത് സ്വർഗം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് അവിടെയും പോകാൻ പറ്റും. ഹല്ലേലൂയ. ഇതൊരു കർമ്മമാർഗമല്ല ക്രിസ്തീയ ജീവിതം. അടുത്ത തട്ടിൽ പറ, കർമ്മമാർഗമല്ല ക്രിസ്തീയ ജീവിതം. കട്ടിയുള്ള പാടുള്ള വിഷയമാണെങ്കിലും ആത്മാവ് വന്നാൽ ഈസി ആയിട്ട് നടക്കും. ബുള്ളറ്റ് ഓടിച്ചിട്ടുള്ളവർ കൈവക്കാവോ? ബുള്ളറ്റ് ഓടിച്ചിട്ടുള്ളവർ, ബുള്ളറ്റ്, എൻഫീൽഡ്, റോയൽ എൻഫീൽഡ്, നല്ലപോലെ കൈ പൊക്കുവാണെങ്കിൽ നല്ലപോലെ കൈ പൊക്കും. കുറച്ച് സൗരന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇടയ്ക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഇടയ്ക്കത് ബുള്ളറ്റ് ഭയങ്കര രസമാണ്. പക്ഷേ ഈ ബുള്ളറ്റിൻ്റെ ഒരു പ്രശ്നം, ഈ പഴയ ബുള്ളറ്റൊക്കെ ചില സമയത്ത് സ്റ്റാർട്ട് ആവത്തില്ല. ഇല്ല, അതിൻ്റെ എന്തോന്ന് പറയുന്നത്, എന്തൊക്കെ ആംബിയറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അടിച്ച് പുറകെ അതിൻ്റെ ഒരു പ്രത്യേക സൗണ്ടും. ഈ വണ്ടി ഒന്നുകൂടെ കൈവക്കിക്ക് ആരൊക്കെ ഓടിച്ചിട്ടുള്ളേ? നീ ഓടിച്ചിട്ടുണ്ടല്ലേ? ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബുള്ളറ്റ് കൊണ്ട് പോയപ്പോൾ വഴി നിന്നിട്ടുണ്ടോ? വഴിയിലെങ്ങാണം നിന്നാൽ, ഞാൻ ചോദിക്കുക, വഴിയിലെങ്ങാണം നിന്നിട്ട് വണ്ടി അടിച്ച് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ അതും കൊണ്ട് അടുത്ത വർക്ക്ഷോപ്പ് വരെ ഉരുട്ടുന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല, ഒറ്റയ്ക്ക്. എന്തോ ഹരിക്ക് സ്ഥിതി, എന്തോ ഹരിക്ക് സ്ഥിതി. ബുള്ളറ്റ് അടിപൊളി ബുള്ളറ്റാ. സൗണ്ടൊക്കെ കേട്ട പട്ട 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 പട്ട, എന്നെ രസം അത് കേൾക്കാം, ബീറ്റ് കേൾക്കാൻ. എല്ലാവർക്കും ഇഷ്ടം എൻ്റെ ബീറ്റ് കേൾക്കാൻ. സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഓടിയാൽ എത്ര കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല രാജാവിനെ പോലെ ഇരുന്ന് കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയൊക്കെ അടിപൊളിയായിട്ട് പോവാം. പക്ഷേ ഈ സാധനം ഓഫായാൽ, ചവിട്ടിയിട്ട് സ്റ്റാർട്ടാക്കില്ല, ഉരുട്ടാണെന്നെങ്കിൽ പാടാം. ഇന്ന് പലരുടെയും ക്രിസ്തീയ ജീവിതം ഓഫായിട്ട് ബുള്ളറ്റ് ഉരുട്ടുന്ന പോലെ ഉരുട്ടി വിയർത്ത് ഇങ്ങനെ പോവുക. കർത്താവെ കണ്ടില്ലേ, എൻ്റെ കുരിശ് കണ്ടില്ലേ, ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, ഇത് വേറെ ആർക്കും ഇല്ലാത്ത ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത്, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല കർത്താവേ, എനിക്കിത് പറ്റുന്നില്ല. കർത്താവ് പറയടാ, നിന്നെ സൃഷ്ടിച്ച കർത്താവിനെ നിന്റെ പ്രശ്നം ശരിയാക്കാൻ കർത്താവിനെ അറിയാം കേട്ടോ. ഇന്ന് പകലിൽ കർത്താവ് പറയാം, എൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ ജീവിതം ഇത്രയും എഫോർട്ട് ഉണ്ടാക്കിയതിൽ ഈസി ആയിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ഇത് ആത്മാവിൻ്റെ എൻജിൻ സ്റ്റാർട്ടായാൽ ഇത് വേറൊരു ജീവിതമാണ്. ഇത് അത്ഭുതങ്ങളുടെ ജീവിതമാണ്. കഷ്ടം വന്നാലും ദുഃഖം വന്നാലും നീ പറയും, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കഷ്ടത, നഗ്നത, പട്ടിണി, ആപത്ത്, ഈർച്ചവാൾ എന്ത് വന്നാലും അതിനകത്തെല്ലാം പൂർണ്ണ ജയം. ഇത് ആർക്കും അനുഭവിക്കാൻ പറ്റുന്ന? ആത്മാവിനെ പ്രാപിച്ചവന്. പത്രോസും യോഹന്നാനും ചെന്നപ്പം ശമരിയ പട്ടണത്തിൽ ഒരു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിനെ കിട്ടിയിട്ടില്ല. അടുത്തിരിക്കുന്ന ആളിനോട് ചോദിച്ചേ, ആത്മാവ് വന്നോ എന്ന് ചോദിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടോ? ഇന്ന് സുവർണ്ണ അവസരമാണ്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് വന്നത് കഴിഞ്ഞ ആഴ്ച വരാതെ ഇന്ന് തന്നെ വരാൻ തോന്നിയത് ആത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സഹോദരി. ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പോകണം. ലൈഫ് അങ്ങ് ചേഞ്ച് ആവും. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ മേഖലയില്ലേ, ആ വീടിൻ്റെ അകത്ത് അവിടെ അല്ലെ നമ്മൾ ഇങ്ങനെ ഈ ആത്മഗതം ചെയ്യും, കർത്താവേ എന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ അകത്തുനിന്ന് ചോദിക്കും. പക്ഷെ ഈ ആത്മാവ് അങ്ങോട്ട് വന്നാൽ ഈസിയായി ജീവിതം ഭയങ്കരമായിട്ട് നമുക്ക് ഒരു 10-15 കൈയും കൂടെ എക്സ്ട്രാ വന്നതുപോലെ തോന്നും. അതിൻ്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഹല്ലേലൂയ. ഈസി ആയിട്ട് നമുക്ക് പിന്നെ പരിഭവം ഇല്ല, പരാതിയില്ല, ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ജയകരമായ ക്രിസ്തീയ ജീവിതമുണ്ട്. ശബ്ദം ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കർത്താവിൻ്റെ വചനം പറയുന്നതാണ്. ബൈബിളിനകത്ത് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല, ഈ പശുവിനെ ഇറക്കി വിടണം പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. ഇന്ന് പകൽക്കാലം ബൈബിളിനകത്ത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇന്ന് ആർക്കെങ്കിലും ആവേശം ഉണ്ടെങ്കിൽ ഇത് ചാടി എഴുന്നേറ്റ് ആത്മാവിനെ പ്രാപിച്ചോണം.
നീ അവനോട് അടുത്തു വന്നാൽ അവൻ നിന്നോട് അടുത്തു വരും. അവന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കൊതി കാണുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ദാഹമുള്ള നിന്നെ നിറയ്ക്കാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. അവൻ നിന്റെ അരികെയുണ്ട്, അവൻ നിന്റെ ചാരയുണ്ട്, അവൻ നിന്നെ ആത്മാവിൽ ചലിപ്പിക്കുന്ന ദിവസങ്ങളായത് അത്ഭുതങ്ങളുടെ ദിവസമായി മാറാൻ പോവുകയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓ, പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. അത് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് 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 മൂവിങ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നു. ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ കർത്താവ് ചേഞ്ച് ചെയ്യും കേട്ടോ. ചൂടെല്ലാം മാറാൻ പോവുക, ക്ഷീണമെല്ലാം മാറാൻ പോവുക. അന്തരീക്ഷം ആത്മാവ് ചേഞ്ച് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞേ, ചേഞ്ച് ചെയ്യുവാണ്. കർത്താവ് അന്തരീക്ഷം ചേഞ്ച് ചെയ്യുവാണ്. നിങ്ങൾ ഭയങ്കര അലേർട്ടാവാൻ പോവുകയാണ്. നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ദാഹം വർദ്ധിക്കുകയാണ്. ദേ നോക്കിക്ക്, ഒരു ഭയങ്കര അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരുക്കുന്നു. നീ മടുത്തുപോയ നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ നിന്നെ നടത്താൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഒന്ന് നോക്കിക്ക്. ഇന്നലെ വരെ യേശുവിന്റെ കൂടെ നടന്നപ്പാച്ച 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 12 ശിഷ്യന്മാർക്ക് എന്തൊരാവേശമാ. അവരാ ഈ അപ്പം കൊടുത്തത്, അവരാ 12 കുട്ട എടുത്ത് നിറച്ചത്. നല്ല രസമല്ലേ ആ കാഴ്ച കാണാൻ വേണ്ടി. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞായി. എന്തൊരു രസവാത്, എന്തൊരു അന്തരീക്ഷവാത് അല്ലേ. അത്ഭുതങ്ങളുടെ അന്തരീക്ഷം. കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, മുടന്തൻ നടക്കുന്നു, പക്ഷവാത രോഗി എഴുന്നേൽക്കുന്നു. ഓ ഹല്ലേലൂയ. മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഭയങ്കര അത്ഭുതകരമായ അന്തരീക്ഷം. യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ 3.5 വർഷം നടന്നു. സക്കായിയുടെ പേര് വിളിച്ച് മരത്തിൽ നിറക്കി അവന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു. മരത്തിന്റെ കീഴിലിരുന്ന നദനയേലിനോട്, നദനയേലെ, അത്തിയുടെ കീഴിലിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടയാണെന്ന് യേശു പറയുന്നു. വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയ മീനിന്റെ വായിക്കകത്ത് കിടന്ന ചതുരമപ്പണം യേശു കണ്ടിട്ട് പത്രോസിനെ കൊണ്ട് എടുപ്പിച്ച് ടാക്സ് അടപ്പിക്കുന്നു. എന്തൊരു സന്തോഷമുള്ള ജീവിതം, അത്ഭുതകരമായ ജീവിതം. ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എന്നാൽ ദാണ്ടെ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ശിഷ്യന്മാരുടെ എല്ലാം പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പിടിച്ചു. അവനെ 3 ആണികളിൽ ക്രൂശിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഇന്നലെ വരെ നല്ല അന്തരീക്ഷം. ഇപ്പം ദാണ്ടെ എല്ലാം എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു, എന്തൊക്കെയോ കയ്യിൽ നിന്ന് മോശം ചെയ്തു പോകുന്നു, എന്തൊക്കെയോ തീർന്നു പോകുന്നു. പക്ഷെ അവരുടെ അകത്ത് ആ ശബ്ദം ഇപ്പോഴും മുഴങ്ങി കേൾക്കുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാലേ അവൻ വരത്തുള്ളൂ. ഞാൻ പോകുമ്പോ ഒരു കാര്യസ്ഥൻ വരും. അവൻ വന്നാൽ 3.5 വർഷം ഞാൻ ജീവിച്ച ജീവിതമല്ല, അതിനേക്കാൾ അത്ഭുതകരമായൊരു ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാമത്തെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച നിർണയം പ്രാപിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ ഉയർപ്പിച്ചത് സ്വർഗത്തിലെ പിതാവായ ദൈവം തന്റെ ആത്മാവിനാൽ യേശുവിനെ ഉയർപ്പിച്ചു. ഏത് ഗവൺമെന്റ് നിന്റെ മേൽ സീൽ വെച്ചാലും, ആരൊക്കെ നിനക്ക് വിരോധം നിന്നാലും, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർപ്പിന്റെ ആത്മാവാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ പകലിൽ ഈ ആത്മാവ് നിന്റെ മേൽ വന്നാൽ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടും, നിയമത്തിന്റെ കെട്ടുകൾ പൊട്ടും. ജുരബല ഹസ്പര ലബപ്രഭാരിയ. ഹല്ലേലൂയ. ആ ആത്മാവ് ഇന്ന് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നു. റോമർ 8 പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അച്ഛാ, വാക്യം ഇതാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് വസിച്ചാൽ അത് നിങ്ങളുടെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കൂന്നല്ല, മരിച്ചവരെ ഉയർപ്പിക്കേണ്ടത്. ജീവനോടിരിക്കുന്നവന്റെ അകത്ത് ഇത് വന്നാൽ അതിന്റെ അർത്ഥം നിന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ഉയർപ്പിക്കൂന്നല്ല രണ്ടാമത്തെ പദം, ജീവിപ്പിക്കൂന്ന്. ചത്ത കോശങ്ങളെ ജീവിപ്പിക്കും. എവിടൊക്കെയാണോ പ്രശ്നമുണ്ടെങ്കിൽ അവിടൊക്കെ ജീവൻ വ്യാപരിക്കും. എങ്ങനെയാണെന്നറിയാമോ? മെഡിസിൻ കൊണ്ടല്ല, വൈദ്യശാസ്ത്രം കൊണ്ടല്ല, ദൈവാത്മാവിനാൽ. ദൈവാത്മാവിനാൽ, ദൈവാത്മാവിനാൽ സാധാരണ മനുഷ്യൻ അസാധാരണ മനുഷ്യനാകും. രോഗി ആരോഗ്യമുള്ളവനാകും. ദാരിദ്ര്യത്തിൽ കിടന്നവൻ സമ്പന്നനാകും.
ഹല്ലേലൂയ. നിന്നെ ദരിദ്രന്മാരുടെ പട്ടികയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിന്നെ സമ്പന്നന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഈ പകലിൽ ചില കെട്ടുകൾ, ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളെ പൊളിക്കുന്ന വലിയൊരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. റെഡിയാണോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മാവ് വന്നുകൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടടിച്ച് ചോദിച്ചാൽ റെഡിയാണെന്ന് ചോദിച്ചോ. ഇതാ സമയം വന്നിരിക്കുക. നീ ദൈവത്തോടെ കാലങ്ങളായി ചോദിച്ച ചോദ്യങ്ങൾ, ആരുമില്ലാത്ത സമയത്ത് റൂം അടച്ചിട്ട് കണ്ണുനീരോടെ ചോദിച്ച ചോദ്യമില്ലേ, അതിന്റെ മറുപടി ഇതാ പിടിച്ചു. നിന്നെ ആളുമാറ്റുന്ന ഒരു ആത്മാവിനെ കർത്താവ് ഇന്ന് നിന്റെ മേൽ തരാൻ പോവുക. നിന്നെ ആളുമാറ്റുന്ന ഒരു ആത്മാവിനെ നിന്റെ മേൽ തരാൻ പോവുക. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആത്മാവിനെ കർത്താവ് നിന്റെ മേൽ തരാൻ പോവുക. ഇന്ന് നിന്റെ അവസ്ഥ മാറാൻ പോവുക. ഇന്ന് നിന്റെ രീതി മാറാൻ പോവുക. ഇന്ന് നിന്റെ ശൈലി മാറാൻ പോവുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. യേശു ഉണ്ടായിരുന്നപ്പോൾ എന്നാ സന്തോഷമായിരുന്നു അല്ലേ? ഭയങ്കര സന്തോഷമായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ 40 ദിവസം യേശു ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നിട്ടച്ചാ ഇപ്പൊ യേശു പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ പോവാണ്, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇത് പറഞ്ഞിട്ട് യേശു എന്തോ ചെയ്യുന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലുണ്ട്, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാരെന്തോ ചെയ്യുന്നറിയാമോ? മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റ് ആണെങ്കിൽ ഇവരുടെ നോട്ടം മാറുന്നില്ല. യേശു മുകളിലേക്ക് പോയി, മേഘം വന്നങ്ങ് മൂടി. ഇവർ മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം 2 ദൂതന്മാർ വന്ന് പറയേണ്ടി വന്നു ഇവർ തിരിച്ച് പിരിഞ്ഞു പോവാൻ. 2 ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇപ്പോഴും മേപ്പോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്തുവാണ്? ഈ പോയവനായ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പിരിഞ്ഞു പോയെ. കാരണം ഇവർക്ക് അറിയാൻ വയ്യ അടുത്ത് എന്തോ ചെയ്യേണ്ടതെന്ന്. പെട്ടെന്ന് അവർ ഓർത്തു, നമുക്ക് പ്രാർത്ഥിക്കാൻ കയറാം. പോയി അങ്ങോട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. 10 ദിവസത്തെ പ്രാർത്ഥന. പെന്തക്കോസ്ത് നാളിൽ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നു. പത്രോസ് ആള് മാറി. ശിഷ്യന്മാർ ഓരോരുത്തരും ആള് മാറാൻ തുടങ്ങി. ദൈവദൂതന്മാർ ഇവർക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങി. അന്തരീക്ഷം വ്യത്യാസപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം വായിച്ചാൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്നതോടെ ഞാൻ പറയട്ടെ, ജീവിതം മാറാൻ എന്തോ വേണമെന്ന് ചോദിക്കുന്നവരുണ്ട്. കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലെത്തി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഓലമേഞ്ഞ വീടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഓലമേഞ്ഞ വീട്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ആ ഓലമേഞ്ഞ വീട് പൊളിച്ചിട്ട് ഓടിട്ട വീട് വന്നു. പിന്നെ ഓടിട്ട വീട് പൊളിച്ചിട്ട് ഇപ്പം പല സ്റ്റൈലുകളുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ഓർമ്മയുണ്ട്, കാളവണ്ടിയുടെ പുറകെ തൂങ്ങി അതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട്. ആ കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലെത്തി. ഹല്ലേലൂയ. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകം മൊത്തം ഒതുങ്ങുന്ന സാങ്കേതിക വിദ്യകൾ വന്നു. എല്ലായിടത്തും മാറ്റം നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. സ്റ്റൈല് മാറുന്നു, രീതി മാറുന്നു, സംസ്കാരം മാറുന്നു, സമൂഹം മാറുന്നു, എല്ലായിടത്തും വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പഴയതുപോലാണല്ലോ. ഞങ്ങളുടെ അപ്പനപ്പന്മാരായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങളുടെ കുടുംബം ഒരേ പാറ്റേണിൽ തന്നെ പോവാണല്ലോ. എന്നാൽ ഇന്ന് വിസ്ഫോടനാത്മകമായ ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാ. നാളിലെ കുടുംബത്തിൽ പാരമ്പര്യമായി ഒരുപോലെ വ്യാപരിച്ചുകൊണ്ടിരുന്ന ചില ഇരുട്ടിന്റെ ആത്മാക്കളെ പൊട്ടിച്ചിട്ട് നിന്റെ പേര് മാറ്റുന്ന, നിന്റെ രൂപം മാറ്റുന്ന, നിന്റെ ശൈലി മാറ്റുന്ന, നിന്റെ അവസ്ഥ മാറ്റുന്ന ഒരാത്മശക്തിയെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുന്നു. വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ പോകും. അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വേണമെങ്കിൽ പോയി ഹോംവർക്ക് ചെയ്തു വീട്ടിൽ പോയി നോക്കിക്കോ. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഇങ്ങനെ വാക്യമുണ്ട്. ഈ ശിഷ്യന്മാർ പലയിടത്തും ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കും. എന്തോ ചോദിക്കും? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കും. അവർ പറയും, ഇല്ല, കേട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിലെ അവരറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയും. ഈ സമയത്ത് പൗലോസ് എന്നവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. തലയിൽ കൈവെക്കുന്ന സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. അങ്ങനെ ബൈബിളിലുണ്ടോ എന്നൊരു സംശയമുള്ളത് വായിക്കണോ? ആർക്കും സംശയമുണ്ടോ? അങ്ങനെ ഉണ്ടോ ബൈബിളിൽ? സംശയമുണ്ടല്ലേ? എന്നാൽ കുറച്ച് വാക്യം വായിക്കാം. പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചു. ഈ പരിശുദ്ധാത്മാവ് കിട്ടാനും എന്തോ ചെയ്താൽ മതി? ഉറക്കെ പറയണം, വിശ്വസിച്ചാൽ മതി. ക്രിസ്തീയ ജീവിതം വിശ്വാസമാർഗമോ. ഇവിടെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നേർച്ചയും വഴിപാടും ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഈ പ്രസംഗിക്കുന്ന കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചാൽ മതി, ആത്മാ വന്നോളും.
അടുത്ത വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും. കഴിഞ്ഞ ഞായറാഴ്ച ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഇവിടെ വന്നപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകളെ പോലെ നിങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കുറേ നാളത്തേക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് റോബിൻ പ്രസംഗിക്കാവൂന്ന് പ്രായം ചെന്ന മനുഷ്യൻ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ദേവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഒരു കൊതി ഉണ്ടാവട്ടെ, ആത്മജീവിതം ഒന്ന് മനസ്സിലാകട്ടെ, അതിനകത്ത് ജീവിക്കാൻ കരുത്തന്മാർ ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. അല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. പിന്നെ എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. യോഹന്നാന്റെ സ്നാനമാണെന്ന് പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പൊ ഈ അവിടെ സ്നാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സ്നാനം വേറെ സ്നാനമായിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമല്ലായിരുന്നു. യോഹന്നാന്റെ മാനസാന്തര സ്നാനമായിരുന്നു. അവരെ വീണ്ടും ശരിയായ നിലയിൽ സ്നാനപ്പെടുത്തി. അടുത്ത പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ, ശ്രദ്ധിച്ചോണേ, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന്, ഒന്ന് പറഞ്ഞേ, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഇതിനെ വഹിക്കുന്ന ആള് ഒരാളുടെ മേൽ കൈവച്ചാൽ ഈ സ്വീകരിക്കുന്ന ആളിന് വിശ്വാസം ഉണ്ടെങ്കിൽ ആളിൽ ആത്മാവ് വരും. ഇനിയുണ്ട് ഒരു 2-3 ഭാഗത്ത് അങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ പോവുക. ചിലർ ഇന്ന് ആത്മാവിന്റെ നിറവിലുള്ള ജീവിതത്തിനകത്തോട് പ്രവേശിക്കാൻ പോവുക. ഒരാമയം പറഞ്ഞേ. പൗലോസ് തിമോഥെയോസിനോട് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ. അപ്പം പൗലോസ് കൈവച്ചപ്പം തിമോഥെയോസിന് എന്തോ കിട്ടി? കൃപാവരങ്ങൾ കിട്ടി. കൈവച്ചപ്പം കൃപാവരം കിട്ടി. ഹല്ലേലൂയ. അപ്പൊ കൈവെപ്പിനകത്ത് എന്താ ഉണ്ട്? അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് കൈ വെച്ചപ്പോഴാണ് പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായത്. ആ വാക്യം നോക്കിയാൽ മതി, എഴുതിയിട്ടുണ്ട്. ശൗലേ, നിന്റെ മേൽ നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നിന്റെ മേൽ കൈവെക്കാൻ കർത്താവ് എന്നെ അയച്ചേക്കുവാണ്. അപ്പം അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് തലയിൽ കൈവച്ചപ്പോഴാണ് ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലൊന്ന് താഴെ വീണിട്ട് ആ മനുഷ്യൻ പരിശുദ്ധാത്മ പൂർണ്ണനായത്. ഇന്ന് ഞാൻ പറയുന്നത്, ഇവിടെ ചിലരുടെ മേൽ ഇന്ന് കൈവെക്കുമ്പോൾ അത്ഭുത വിടുതലുകൾ നടക്കും. വലിയ ദൈവപ്രവൃത്തികൾ. ഞാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അടുത്ത പറയും, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഇതൊക്കെ അല്ലാത്തവർ ഇരുന്നിട്ട് ഉറങ്ങിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ക്ലബ്ബല്ല. ഈ പ്രസംഗിക്കുന്ന കാര്യമൊക്കെ സത്യമാണെന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നീ ഇന്ന് വിശ്വസിക്കാൻ തുടങ്ങിക്കോ. ഈ ആത്മാവ് നിന്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങും. ഈ ആത്മാവ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ജീവിതം മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് സ്റ്റൈല് മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നാൽ എൻ്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം വ്യത്യാസപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സംഭവിക്കും. വേർവിട്ട് കിടക്കുന്ന അസ്ഥികൾ ഒന്നാകും. പ്രവാചകൻ പ്രവചിച്ചപ്പോഴേ അവിടെയും ഇവിടെയും കിടന്ന അസ്ഥി എല്ലാം കൂടെ ഏലാത്താഴ്വയിൽ ഒരുമിച്ച് വന്നു. സംഭവിക്കും. അടുത്ത കർത്താവ് പറയാം, നീ കാറ്റിനോട് വീശാൻ പറയാൻ. ഇത് ഏത് കാറ്റാന്നറിയോ? ആത്മാവിന്റെ കാറ്റ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശിയാൽ നിഹതന്മാർ എഴുന്നേൽക്കും, മരിച്ചവൻ എഴുന്നേൽക്കും, മരിച്ച അവസ്ഥകൾ മാറും, ചത്ത അവസ്ഥകൾ മാറും, ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഇന്നതിനകത്ത് ജീവൻ വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോവാണ്. അടുത്തിരിക്കുന്ന പ്രാർത്ഥിക്കാൻ പോവാ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ച്, റെഡിയാണോ എന്ന് ചോദിച്ചേ. അയ്യോ പാസ്റ്റർ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളാണ്, ഞാനങ്ങനെ ചോദിക്കണം. കാരണം ആത്മനിറവിന്റെ ജീവിതം എല്ലാ ദിവസവും ഉണ്ടാവണം. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ പല പ്രാവശ്യം അവർ ആത്മാവിൽ നിറഞ്ഞു. എനിക്ക് ഇന്നലത്തെ ശക്തി പോലെ എനിക്ക് നിങ്ങളുടെ കൂടെ എനിക്ക് നിറയണമെന്ന്. നിറഞ്ഞാലേ എനിക്കും പ്രസംഗിക്കാൻ പറ്റും. ഇല്ലാതെ ബുദ്ധിയുടെ 10 പോയിന്റ് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. ആത്മാവിന്റെ നിറവിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ഇവിടെ ജീവൻ വ്യാപരിക്കും. അക്ഷരത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ മരണം വ്യാപരിക്കും. ആത്മാവിൽ ശുശ്രൂഷിച്ച ജീവൻ വ്യാപരിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ ഒരു വലിയ ചലനം ഇതിനകത്ത് ഉണ്ടാകട്ടെ. അസ്ഥികളുടെ അകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. ഇതിനകത്ത് ചില ശരീരങ്ങൾ സഹോദരിമാരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. വീടിന്റെ അകത്തെ ചത്ത വിഷയങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. എന്താകുമെന്ന് ഭാവിയെ നോക്കി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ.
ഇവിടെ ഇരുന്ന് നീ ആത്മാവിനെ പ്രാപിച്ച് വീട്ടിൽ ചെല്ലുമ്പം ഷെയ്പ്പ് ഇല്ലാതെ കിടന്ന, രൂപമില്ലാതെ കിടന്നതിന്റെ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പാഴും ശൂന്യമേ കിടന്ന ഭൂമിയുടെ മുകളിൽ വേറൊരു സംഭവം നടന്നു. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനകത്തിരിക്കുന്ന ചില ആളുകളുടെ ജീവിതത്തിന് മുമ്പിൽ ഇനി എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല അല്ലേ? എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചിലർ ചോദിക്കുന്നത്. പക്ഷെ മറിയയോട് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് ഇതിനകത്ത് ചിലരോട് പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ ലോകത്തിൽ നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത, ഒരു പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചത് കേട്ടുകേൾവിയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ, നടക്കത്തില്ല, സയന്റിഫിക്കലി തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മശക്തി വ്യാപരിച്ചാൽ ഒരു കാരണവും വേണ്ട, അത്ഭുതം നടക്കും. ഇനി ഇതിനകത്ത് പറയുമ്പോൾ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്, ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് ചിലരുടെ മേൽ ആത്മാവ് വ്യാപരിക്കാൻ പോവുക. ആത്മാവ് വ്യാപരിക്കുമ്പോൾ നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറും, നിന്റെ തലമുറകളുടെ അന്തരീക്ഷം മാറും. ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ, ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ, അതേ ശക്തി ഈ പകലിൽ നിന്റെ മേൽ. അത്യുന്നതന്റെ ശക്തി നിലനിർത്തട്ടെ. അത്യുന്നതന്റെ ശക്തി. നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട, പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ വരണമേ, पवित्र आत्मा हमें ले चल यीशु के चरणों में. Libra mas boria shadara baba 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 les mana ra 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 rekhere 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 roko rosa khatara baba baba shandare re frasi baba 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 le frama mama 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 shandara വലിയ മഹിമ വ്യാപരിക്കുന്നു, വലിയ മഹിമ വ്യാപരിക്കുന്നു, വലിയ മഹിമ വ്യാപരിക്കുന്നു, വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. ആ ദൈവശക്തിയെ സ്വീകരിച്ചു തുടങ്ങുക, ദൈവശക്തിയെ സ്വീകരിച്ചു തുടങ്ങുക. ഓഹോ, നീ ആത്മാവ് നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ആത്മാവ് നിറഞ്ഞവനായി, ഹേ 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 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ചില ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവാ. ചില ആളുകൾക്ക് വേണ്ടി, കാരണം ചിലരെ പരിശുദ്ധാത്മാവ് ഒരു അടുത്ത ലെവലിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക. ചിലരെ കർത്താവ് ആത്മാവിൽ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാഴ്ചകൾ കാണത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചിലരെ ഉയർന്ന തലങ്ങളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. നന്ദുനമ്മ ഇനി വന്നോ, ഫ്രണ്ടി വന്നോ, വിൽസൺ ചയൻ ഇനി വന്നോ, ഇനി വന്നോ. നിങ്ങളെ കർത്താവ് തൊടുക, പരിശുദ്ധാത്മാവ് സ്പർശിക്കുക, പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. ഇന്നത്തോടെ ചിലരുടെ അന്തരീക്ഷം വ്യത്യാസപ്പെടുക, അന്തരീക്ഷം വ്യത്യാസപ്പെടുക. ചില പാറ്റേണുകളെ പരിശുദ്ധാത്മ പൊട്ടിക്കുക, ചില പാറ്റേണുകൾ, വീടിന്റെ അകത്ത് കിടക്കുന്ന ചില പാറ്റേണുകളെ പരിശുദ്ധാത്മ പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് കയറാൻ പോകും. അടുത്തൊരു അന്തരീക്ഷം, അടുത്തൊരു അന്തരീക്ഷം. ശുശ്രൂഷയുടെ മേഖലകൾ ദൈവാത്മാവ് ഉപയോഗിക്കുന്ന ആത്മാവ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവ് നടത്തിയതുപോലെ സംഭവിക്കുക 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 സംഭവിക്കുക. ചിലരുടെ രീതിയിൽ നിന്ന് മാറുക, ചിലരുടെ ശൈലിയിൽ നിന്ന് മാറുക.
ദൈവദൂതന്മാർ ഇറങ്ങി, ദൈവദൂതന്മാർ ഇറങ്ങി, ദൈവദൂതന്മാർ ഇറങ്ങി ചിലരെ സെപ്പറേറ്റ് ചെയ്യുക. ദൈവദൂതന്മാർ ഇറങ്ങി ചിലരെ സെപ്പറേറ്റ് ചെയ്യുക. ബീനേന്റി വന്നു. അച്ഛൻ ഈ സൈഡിൽ വന്നു, ഇനി വന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നു. ഭയങ്കര സൗഖ്യം ഇവിടെ. ഇനി വന്നു. ഫ്രണ്ടിൽ ഭയങ്കര സൗഖ്യം നടക്കും. ഇവിടെ വന്നു അച്ഛൻ. ചന്തോണ്ട് അച്ഛനെ ശ്രദ്ധിച്ചോണേ. ഭയങ്കര സൗഖ്യം നടക്കുക, ഭയങ്കര സൗഖ്യം. അച്ഛൻ്റെ കൂടെ വന്ന ആ സഹോദരിയോട് ഞാൻ വരാൻ പറ. പുതുതായിട്ട് വന്നതല്ലേ, ഭയങ്കര ദൈവസ്ഥാനം വ്യാപരിക്കുക. ഇനി വന്നു, ഫ്രണ്ടി വന്നു. ലേഹാര സിയാധാര. കർത്താവ് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുക. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുകയാണ്, അന്തരീക്ഷം വ്യത്യാസപ്പെടുക. വീടുകളുടെ അകത്ത് അന്തരീക്ഷം വ്യത്യാസപ്പെടുക. കർത്താവ് ചിലരുടെ ജീവിതത്തെ ടേക്ക് ഓവർ ചെയ്യുകയാ. പരിശുദ്ധാത്മാവ് ചിലരുടെ കൈ ഇവിടെ ഭയങ്കര ദൈവസ്ഥാനത്തെ അടിച്ചുകൊണ്ടിരിക്കുക. ചലിക്കട്ടെ. ആത്മാവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരത്തക്ക നിലയിൽ ഒരു വലിയ സ്പിരിറ്റ് ബലം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ഇതുവരെ പോയിക്കൊണ്ടിരുന്ന പാറ്റേണിന്റെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് അതിനെ പൊളിച്ച് ഒരു പുതിയ തലത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്നു. കരങ്ങളടിച്ച ദൈവശക്തി ഒന്ന് സ്വീകരിച്ചേ. പരിശുദ്ധാത്മ നിറവിൽ ആത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന പരിശുദ്ധാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്